31 വോട്ടെണ്ണൽ ആരംഭിച്ചു. 10 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ഇവിടെ സുജു, അരുവാപ്പുലത്ത് LDF ജയം അല്ലേ 12-ാം വാർഡിൽ. അവിടെ തത്സമയം അവിടെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ സുജു ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം ചേരുന്നുണ്ട്. മിനി രാജീവ് വിജയിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമാണല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വിജയമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിലേറെ നമ്മുടെ നാട്ടുകാരെ നമ്മൾ അഹോരാത്രം ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ കഷ്ടപ്പെട്ട ഒരുപാട് നമ്മുടെ സഹാക്കളുണ്ട്. രാവിലെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ ഒരു അവസ്ഥ. കാരണം ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഇത്ര ഒരു വിജയം നമ്മുടെ കയ്യിലെത്തിയത്. അപ്പോൾ അവർ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല, എന്തോ പറയേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം. ജയിക്കുമെന്ന് നമുക്കൊരു, കാരണം നമുക്കതൊരു ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും ഇത്ര വോട്ട് കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചു. 109 വോട്ടിന്റെ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ശരത്തെ, ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു പഞ്ചായത്തിലൂടെയാണ്. നമുക്ക് രേഷ്മയുടെ കൂടെ പോകണം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മയുടെ പഞ്ചായത്തിലൂടെയാണ് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. വിജയിച്ചിരിക്കുന്നു. അതെ നമ്മുടെ 4 വർഷം നീണ്ട LDFന്റെ ഭരണത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ ഒരു പിന്തുണയുടെ അടയാളം കൂടിയിട്ടാണ് ഈ വിജയം. കാരണം ഇവിടെ പലതരത്തിലുള്ള കുപ്രചരണങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ LDFനെ വിശ്വസിച്ചു. ഇവിടെ 4 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകിയ പിന്തുണയുടെയും പാർട്ടി പ്രവർത്തകരുടെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെയും ഒരു വിജയമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഏതായാലും പറയാം, ഈ ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയ കൂടെ രേഷ്മയുടെ പറഞ്ഞത്. അതെ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അടുത്ത അവാർഡിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും വലിയ ആഘോഷമാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഇവിടെ ഉള്ളത് എന്നാണ് പറയേണ്ടതായിട്ടുള്ളത്. ശരി, ഞങ്ങളത് കാണുന്നുണ്ട് സുജു. അരുവാപ്പുലത്തെ ഇടതുമുന്നണി പ്രവർത്തകരുടെ ആവേശമാണ്. ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് മുമ്പ് തന്നെ അവിടെ വിജയം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. കാരണം ഈ പഞ്ചായത്ത് ഭരണകാലയളവിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന വിശേഷണം രേഷ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. ആ നിലയിൽ നേരത്തെ തന്നെ അരുവാപ്പുലം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അവിടെ ഇടതുമുന്നണിക്ക് അത് രാഷ്ട്രീയമായി നേട്ടമാകുന്നത് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുമുന്നണിയെ തന്നെ വിജയിപ്പിക്കുന്നു എന്നതിലൂടെ തന്നെ ഈ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഭരണത്തെയും ആ നിലയിലൊക്കെയുള്ള പൊതു നടപടികളെയും ഭരണ മികവും ഒക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു അവകാശവാദം ഏറ്റവും താഴെത്തട്ടിൽ പ്രതിഫലിക്കാതെ പോകുന്നു. വിശേഷിച്ച് ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ അവർക്ക് വിജയിക്കാനാകുന്നു ഒരു വാർഡിൽ എന്നതുപോലും വളരെ സൂക്ഷ്മമായ വിലയിരുത്തലുകൾക്ക് വിധേയമാകും. ഇത് 31 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടെണ്ണലാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ പിന്നാലെ കൂടുതലായി അറിയാനുമാകും.